പ്രിയമുള്ളവരെ, വചനജ്വാല 1454 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗസ്റ്റ് 24 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചനവായനയിൽ ജ്ഞാനം 14-ാം അധ്യായം 16 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. കാലാന്തരത്തിൽ പ്രാബല്യം ലഭിച്ച ഒരു ദുരാചാരം നിയമമായി തീരുകയും രാജകൽപ്പന പ്രകാരം ജനങ്ങൾ കൊത്തുവിഗ്രഹങ്ങളെ ആരാധിച്ചു പോരുകയും ചെയ്തു. വിദൂരസ്ഥരായ രാജാക്കന്മാരെ നേരിട്ട് വണങ്ങി സ്തുതിക്കാൻ ഇച്ഛിച്ചവർ രാജപ്രതിമയുണ്ടാക്കി രാജാക്കന്മാർ അകന്ന് ജീവിച്ചിരുന്നതിനാൽ അവരുടെ സന്നിധിയിലെത്തി വണങ്ങാൻ കഴിയാതെ വന്ന ജനങ്ങൾ തങ്ങൾ ആദരിക്കുന്ന രാജാവിന്റെ രൂപം ഭാവന ചെയ്ത് ദൃഷ്ടിഗോചരമായ ബിംബം ഉണ്ടാക്കി. അങ്ങനെ തങ്ങളുടെ ആവേശത്തിൽ അവർ അദൃശ്യനെങ്കിലും അടുത്തുള്ളവനെ പോലെ അവനെ സ്തുതിച്ചു. ക്രമേണ ഉത്കർഷേച്ഛുവായ ശില്പി രാജാവിനെ അറിയാത്തവരിലും ഈ ആരാധന പ്രചരിപ്പിക്കാൻ ഉത്സാഹിച്ചു. രാജാവിനെ പ്രസാദിപ്പിക്കാനാവാം അവൻ രാജാവിന്റെ രൂപം കൂടുതൽ സുന്ദരമാക്കി ഉണ്ടാക്കാൻ കൗശലം കാണിച്ചത്. ശില്പത്തിന്റെ വശ്യതയിൽ ആകൃഷ്ടരായ ജനങ്ങൾ അല്പം മുമ്പ് മനുഷ്യനായി ബഹുമാനിച്ച വ്യക്തിയെ ഇതാ ആരാധനാ വിഷയമായി കണക്കാക്കുന്നു. ഇത് മനുഷ്യവർഗത്തിന് ഒളിഞ്ഞിരിക്കുന്ന കെണിയായി തീർന്നു. നിർഭാഗ്യത്തിന്റെയോ രാജാധികാരത്തിന്റെയോ അടിമത്തിൽപ്പെട്ട മനുഷ്യർ കല്ലിലോ തടിയിലോ നിർമ്മിക്കപ്പെട്ട വസ്തുക്കൾക്ക് ഒരിക്കലും വിളിക്കാൻ പാടില്ലാത്ത പേരു നൽകി. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റ് പറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനമെന്ന് വിളിക്കുകയും ചെയ്തു. ശിശുബലിയും ഗൂഢാനുഷ്ഠാനങ്ങളും വിചിത്രാചാരങ്ങളോടെയുള്ള മധുരോത്സവങ്ങളും നടത്തിയാലും അവർ തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി സൂക്ഷിക്കുന്നില്ല. പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നു. രക്തച്ചൊരിച്ചിൽ, കൊല, മോഷണം, ചതി, അഴിമതി, അവിശ്വസ്തത, കലാപം, സത്യലംഘനം, ശരിയേതെന്നുള്ള ആശയക്കുഴപ്പം, കൃതജ്ഞത, ദൂഷണം, ലൈംഗിക വൈകൃതം, വിവാഹ തകർച്ച, വ്യഭിചാരം, വിഷയാസക്തി ഇവ നടമാടുന്നു. പേര് പറയാൻ കൊള്ളാത്ത വിഗ്രഹങ്ങളുടെ ആരാധനയാണ് എല്ലാ തിന്മകളുടെയും ആരംഭവും കാരണവും അവസാനവും. അവയെ ആരാധിക്കുന്നവർ മതോന്മത്തരാവുകയും നുണകൾ പ്രവചിക്കുകയും നീതികേടായി ജീവിക്കുകയും കൂസലെന്നിയെ സത്യം ലംഘിക്കുകയും ചെയ്യുന്നു. നിർജീവ വിഗ്രഹങ്ങളിൽ പ്രത്യാശ അർപ്പിച്ച് അവർ ഉപദ്രവം ഉണ്ടാക്കുകയില്ലെന്ന പ്രതീക്ഷയോടെ നീചപ്രതിജ്ഞകൾ ചെയ്യുന്നു. വിഗ്രഹങ്ങൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് അവർ ദൈവത്തെക്കുറിച്ച് തെറ്റായ ധാരണകൾ പുലർത്തി വിശുദ്ധിയോടുള്ള അവജ്ഞ മൂലം കള്ളസത്യം ചെയ്തു. ഈ 2 കാര്യങ്ങൾക്കും അവർ ഉചിതമായ ശിക്ഷ അനുഭവിക്കും. മനുഷ്യർ എന്തിന്റെ പേരിൽ സത്യം ചെയ്യുന്നോ അതിന്റെ ശക്തിയല്ല, പ്രത്യുത പാപത്തിന്റെ ന്യായമായ ശിക്ഷയാണ് അധാർമികരുടെ അതിക്രമങ്ങളെ നിരന്തരം പിന്തുടരുന്നത്.
ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് അപ്പസ്തോലനായ വിശുദ്ധ ബർത്തലോമിയായെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. സുവിശേഷകൻ സ്ലീഹന്മാരുടെ പേരുകൾ നൽകുമ്പോൾ ബർത്തലോമിയയ്ക്ക് 6ാമത്തെ സ്ഥാനമാണ് നൽകുക. ഫിലിപ്പ് കഴിഞ്ഞ് ബർത്തലോമിയ വരുന്നു. പേരിന്റെ അർത്ഥം തോലാമിയുടെ പുത്രനാണ് എന്നാണ്. അത് വിശുദ്ധ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഫിലിപ്പ് ഈശോയുടെ അടുക്കലേക്ക് ആനയിച്ച നിഷ്കളങ്കനായ നഥാനിയേലാകാം. അതിനാൽ ഗലീലിയെ കാന ആയിരിക്കാം അദ്ദേഹത്തിന്റെ ജന്മദേശം. വേദപുസ്തകത്തിൽ വിശുദ്ധ ബർത്തലോമിയോ എന്ന സംശയമല്ലാതെ ഈ അപ്പസ്തോലനെ പറ്റി യാതൊരു വിവരണവും കാണുന്നില്ല. അദ്ദേഹം ഇന്ത്യ, മെസപ്പൊട്ടോമിയ, പാർത്തിയ, ലിക്കോണിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇന്ത്യയിലേക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു പ്രതി കൊണ്ടുവന്നുവെന്നും എവൂസേബിയൂസ് മുതലായ ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. തോമാസ് ലീഹായാണ് പ്രസ്തുത ഗ്രന്ഥം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നും അഭിപ്രായാന്തരമില്ലാതില്ല. വിശുദ്ധ ബർത്തലോമിയോ അവസാനം പ്രസംഗിച്ചത് അർമേനിയയിലാണ്. അവിടെ അദ്ദേഹം വിഗ്രഹാരാധകരാൽ വധിക്കപ്പെട്ടു. അൽബാനോപോലീസിലെ ഗവർണർ അദ്ദേഹത്തെ കുരിശിൽ തറച്ചുവെന്ന് ഗ്രീക്ക് ചരിത്രകാരന്മാർ പറയുന്നു. അപരർ പറയുന്നത് അദ്ദേഹത്തിന്റെ തോൽ ഉരിഞ്ഞു കളഞ്ഞിട്ടാണ് കുരിശിൽ തറച്ചതെന്നത്രേ. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ പോലെ അപ്പസ്തോലന്മാരും സത്യത്തിന് സാക്ഷികളാകാൻ എപ്പോഴും സന്നദ്ധരായിരുന്നു. ജനസഞ്ചയത്തിന്റെയും ഭരണാധിപന്മാരുടെയും സമക്ഷം ആത്മവിശ്വാസത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്നതിൽ അവർ പരമാവധി ധൈര്യം പ്രകാശിപ്പിച്ചു. വിശ്വസിക്കുന്ന ഏവരുടെയും രക്ഷയ്ക്കുതകുന്ന സാക്ഷാത്തായ ദൈവീക ശക്തി തന്നെയാണ് സുവിശേഷം എന്ന് ഉറച്ച് വിശ്വസിച്ചവരാണവർ. ക്രിസ്തുവിന്റെ ശാന്തതയും വിനയവും അവർ അനുകരിച്ചു. പ്രിയമുള്ളവരെ, അപ്പസ്തോലനായ വിശുദ്ധ ബർത്തലോമിയായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.